യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യം പറഞ്ഞാൽ തന്നെ കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെയായിരുന്നു. താൻ വന്നപ്പോ ഒരു നിമിഷം സ്വപ്നം കാണുകയെന്നാ തോന്നിയത്. നമ്മുടെ മോളെയും കൊണ്ടുവരാം. അച്ഛൻ എവിടെയാണെന്നൊക്കെ അവള് മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും. എനിക്ക് അവളെ കാണണം. കാണിച്ചു തരാലോ. എന്താണോ നോക്കുന്നേ? മനസ്സിലായില്ലേ? നീ കസ്റ്റഡിയിലായി. ഒരു പാവം പെണ്ണിനെ പിച്ച് ചീന്തിട്ട് ഭാര്യയോടൊപ്പം സുഖവാസം അല്ലടാ. ഇല്ല, അജുവേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അജുവേട്ടനെ ഞാൻ വിട്ടുതരില്ല. അയ്യോ, അവള് പറയുന്ന കേട്ടോ, അജുവേട്ടനെ വിട്ടുതരില്ലെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ എന്തോ ചെയ്യും നമ്മള്. മാറിക്കണയോട് മതിയടാ നിന്റെ ഷോ. ഇനി നിന്റെ ജീവിതം ആജീവനാന്തം ജയിലില്ല. അതിനകത്ത് കിടന്ന് ഓരോ ആഴി നീ എണ്ണിക്കും നിന്നെ കൊണ്ട്. എടി, അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ഒടുക്കത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? സർ, അജുവേട്ടനെ കൊണ്ടുപോകരുത് പ്ലീസ്. പൂജ, ഇവന്റെ ഒന്ന് കാല് പിടിക്കാതെ. നിർത്തടാ, മാറിക്കണേ കൊണ്ട്. എടി, സ്ത്രീ പീഡന കേസിലെ പ്രതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ച കുറ്റത്തിന് നിനക്കെതിരെയും ഒരു കേസ് വരുന്നുണ്ട്. ഒരുങ്ങിയിരുന്നോ കൂട്ടി കയറാൻ? നിന്റെ തന്തപ്പടിയുണ്ടല്ലോ, നന്ദഗോപം വക്കീല്, വിളിച്ചറിയിച്ചോ ഇവരെ ഞങ്ങൾ പൊക്കിയെന്ന്. അയാളോട് പറഞ്ഞേരെ കണക്കുകൾ തീർക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂന്ന്. കണക്കുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കുറിച്ചിട്ടുണ്ട് സാറേ. നീ കുറിച്ചിടറാ, വാടാ ഇങ്ങോട്ട്. എന്റെ കസ്റ്റഡിയിലല്ലേ? ചവിട്ടാനും ഉരുട്ടാനും ഒക്കെ ധാരാളം സമയമുണ്ട്. നീ കണ്ടോടി. നീ പോലീസിനോട് കളിക്കരുത്. കളി പഠിപ്പിക്കുന്നില്ല ഞാൻ. തിരിച്ചു ചെന്നിട്ട് നിന്റെ കാറ് വിശദമായിട്ട് പരിശോധിച്ചോണം. അതിൽ ചെറിയൊരു സൂത്രം കാണും. ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഡിവൈസ്. ഒളിവിലിരിക്കുന്ന പ്രതിയെ കാണാൻ മിനിമം ടാക്സി പിടിച്ച് വേണമായിരുന്നു വരാൻ. വാടാ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്. അജുവേട്ടാ, മോള് പേടിക്കാതെ. മോളുടെ അച്ഛനെ വിളിച്ച് ജാമ്യം എടുക്കാൻ പറ. മോളുടെ വീട്ടിലും വിളിച്ചു പറ. അർജുൻ മോന്റെ അച്ഛനെയൊക്കെ അറിയിക്കും.